ആദ്യത്തെ ഒരു ചോദ്യം ഒരു സഹോദരൻ അദ്ദേഹം വളരെ വേദനയോടെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം വന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു ചെറിയ കച്ചവടക്കാരനാണ്, ചെറുപ്പക്കാരനാണ്. എന്നാലും ആ ചെറുപ്പത്തിൻ്റെ ഒരു ആവേശത്തിൽ ചെറിയ തെറ്റുകളൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ കുറേ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. വ്യഭിചാരം പോലെയുള്ള തെറ്റുകളൊക്കെ പലപ്പോഴും സംഭവിച്ചു പോയി. എന്നാൽ ഇന്ന് അതിന് ഭയങ്കരമായിട്ട് ഖേദിക്കുന്നുണ്ട്. ഈ റമദാനിൽ ഒരുപാട് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എത്ര ഒഴിഞ്ഞു മാറിയാലും പലരും എന്നെ അതിലേക്ക് കൊണ്ടുപോകണം. പല സഹോദരിമാരും സ്ത്രീകളും എന്ത് ചെയ്യണം, അദ്ദേഹത്തെ വിളിക്കുന്നു. അത് മുൻകഴിഞ്ഞു പോയ ആളുകളല്ല, വേറെ പുതിയ ആളുകൾ അദ്ദേഹത്തെ തിരഞ്ഞു വരുന്നു, അന്വേഷിച്ച് വരുന്നു. എനിക്കൊന്നും ഒരിക്കലും വിട്ടുമാറാൻ കഴിയാത്ത രൂപത്തിൽ ഞാൻ ഇതിന് അഡിഷനായി പോയിട്ടുണ്ട്. എനിക്കൊന്ന് ആത്മാർത്ഥമായിട്ട് മാറണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എന്താണ് അതിനൊരു പരിഹാരം എന്നാണ്? നമ്മൾ തെറ്റിൻ്റെ ലോകത്ത് ഒരിക്കൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമ്മൾ പോരുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പോരുക എന്നുള്ളത് നിർബന്ധമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്തായാലും നമ്മൾ പോരണം. അപ്പോൾ അതിന് എന്താണോ നമുക്കുള്ള തടസ്സം, എന്താണോ അതിൻ്റെ പ്രതിസന്ധി, ആ പ്രതിസന്ധി ദൂരീകരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിന് മടങ്ങാൻ നമ്മൾ തയ്യാറാവണം. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഇദ്ദേഹം ഇത്തരത്തിലുള്ള തെറ്റുകളുമായി മുന്നോട്ട് പോയ സ്ഥിതിക്ക് എന്ത് ചെയ്യും, അതിൻ്റെ സാഹചര്യങ്ങൾ ശരിക്കും എന്ത് ചെയ്തു, അയാളെ ചുറ്റുപാട് രൂപപ്പെട്ട് വന്നു. അപ്പോൾ അതിൽ അയാൾ അകപ്പെട്ട് പോയി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ട് അതിന് പോരാൻ വേണ്ടി ശ്രമിക്കും. അതിൻ്റെ ബാക്കി പത്രങ്ങളുണ്ടാവും. ഏത് തെറ്റും അങ്ങനെയാണ്. ഒരാൾ മദ്യപാനിയെ വിചാരിച്ചു, അയാൾ മദ്യം കഴിക്കില്ല എന്ന് തീരുമാനിക്കുമ്പോൾ അയാൾ മദ്യം കഴിച്ചിരുന്ന ഒരാളാണെന്നും അയാളെ കൂടെ കമ്പനി കൂടി മദ്യം കഴിച്ചവരൊക്കെ എപ്പോഴും മദ്യപാനികളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അവരെ മനസ്സുകൾക്കൊന്നും മാറ്റം വന്നിട്ടില്ല, ഇയാൾക്ക് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ പഴയ പോലെ തന്നെ വിളിക്കും. പഴയ പോലെയല്ല, അവൻ അങ്ങനെ നന്നാവണ്ട എന്നുള്ളൊരു വാശിയും കൂടി ഉണ്ടാവും. അപ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്യും, ശക്തമായി വിളിക്കും. അതേപോലെ തന്നെയാണ് ഈ കേസ്. കാരണം ഇത്തരം തിന്മകൾക്ക് ആരാണോ വഴങ്ങുക, ആരാണോ അതിന് താല്പര്യക്കാർ, ആരെയാണോ അതിന് പറ്റുക, അത് അങ്ങനെയാണ് എന്ന് സമൂഹം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും, എല്ലാ സമയത്തും അവരെ അന്വേഷിച്ചും അവരെ ചുറ്റുപാടിലുണ്ടായിത്തീരും. അതുകൊണ്ട് ഇദ്ദേഹത്തിന് അറിയാം ഏത് ഫോൺ നമ്പറിൽ നിന്നാണ് ആ ഫോൺ വരുന്നത്, ആരാണത് വിളിക്കുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാൻ പറ്റും. അപ്പോൾ അത്തരം ആളുകൾക്ക് തന്നെ ബന്ധപ്പെടാൻ കഴിയാത്ത സമ്പൂർണ്ണമായൊരു മാറ്റമാണ് മാറേണ്ടത്. നമ്മൾ സിമ്മ് മാറ്റേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ താമസ സ്ഥലം മാറേണ്ടി വരും, നമ്മൾ തൊഴിൽ മാറേണ്ടി വരും, പല മാറ്റം. ഒരു സ്കൂളിൻ്റെ ബസ് ഡ്രൈവറായി ജോലി ചെയ്യേണ്ട ആളാണ് ഇത്തരം ഒരു തിന്മയിലെങ്കിൽ അയാളെ ജോലിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ നമ്പറുകളൊക്കെ ഉണ്ടാവും. ആ പല കുട്ടികളെയും രക്ഷിതാക്കൾക്ക് വിളിക്കുന്നുണ്ടായിരിക്കും, ബന്ധപ്പെടുന്നുണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ തൊഴിൽ മാറേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ സ്ഥലം മാറേണ്ടി വരും, താമസം മാറേണ്ടി വരും. എന്തൊക്കെ മാറ്റിയാലാണോ തനിക്ക് ഈ തിന്മ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക, അയാളുടെ ശ്രമം അയാൾ നടത്തണം. അതുകൊണ്ടാണ് ഇപ്പോൾ തൗബ ചെയ്യാന്ന് പറയുമ്പോൾ കുറേ പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ തെറ്റ് പുറത്തു തന്നെ എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ. തൗബ ചെയ്യുന്നതിന് ശുറൂത്തുകളില്ലേ, നിബന്ധനകളില്ലേ. ആ നിബന്ധനകളിൽ ഒന്നെന്താണ്, ആ തിന്മയെ വേരോടെ പിഴുതെറിയണമെന്നാണ്. ഇനി മുളച്ചുണ്ടാവാനുള്ള സാധ്യതകൾ കൂടെ ഇല്ലാതാക്കണം. അതാണ് ഈ കാര്യം. എന്ത്, സ്ഥലം മാറേണ്ടി വരും, തൊഴിൽ മാറേണ്ടി വരും, എല്ലാം മാറും. അങ്ങനെ വേരോടെ പിഴുതെറിഞ്ഞിട്ടില്ലെങ്കിലോ വീണ്ടും അതെന്ത് ചെയ്യും, മുളച്ചു വരും. ആത്മാർത്ഥമായി ഖേദിക്കണം. അതായത് ഇതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഇല്ലാതായി ഈ തെറ്റിന് രക്ഷപ്പെടേണ്ടതല്ല. എന്ത് സാഹചര്യങ്ങളുണ്ടെങ്കിലും ഞാനത് ചെയ്യൂല എന്ന ഉറച്ച തീരുമാനം അയാൾക്ക് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം.